ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബേത്ലഹേമിലെ പുൽക്കൂടിൻ്റെ ശാന്തതയും പരിശുദ്ധ അമ്മ മനസ്സിൽ ഉൾക്കൊണ്ട ശാന്തതയും, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആ ശാന്തത ആ അമ്മയെ നമ്മുടെ എല്ലാം, ലോകത്തിൻ്റെ എല്ലാം അമ്മയാക്കി തീർക്കുന്നു. ഒരു ചെറിയ കവിത പാരായണം. ബേത്ലഹേമിലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾക്ക് താഴെ മറിയം ആലോചനയിൽ ആയിരുന്നു. അവളുടെ ഹൃദയം ഒരു നെടുവീർപ്പിട്ടു. ചിന്തകളുടെ ആധിക്യം അതിൻ്റെ വല്ലാത്തൊരു കുരുക്കും ഉള്ളിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു. ഒപ്പം മാലാഖമാരുടെ മന്ത്രിക്കലും പാപലോകത്തിൻ്റെ സമ്മർദ്ദവും. ശക്തയും ജ്ഞാനിയുമായിരുന്ന ഒരു കന്യക മർത്യവേഷത്തിൽ രക്ഷകനെ ഒരു തൊട്ടിലിൽ ആട്ടിയുറക്കുന്നു. താൻ തളർന്നു പോകുമോ, വഴിതെറ്റിപ്പോകുമോ ഈ കുട്ടിയെ? അവൻ വിധിക്കപ്പെട്ട വഴിയിൽ എങ്ങനെ നയിക്കപ്പെടും? രാത്രി വളരെ തണുപ്പുള്ളതായിരുന്നു. പുൽത്തൊട്ടിൽ ഒരു നഗ്നമായിരുന്നു. മനുഷ്യ സ്ത്രീയുടെ സംശയങ്ങൾ നിഴലുകൾ പോലെ അവിടെ തിങ്ങി നിന്നിരുന്നു. എന്നിട്ടും അവളുടെ കൈകളിൽ ആ കുഞ്ഞ് കിടന്നു. ഇരുട്ടിനെ ഓടിച്ചു കളഞ്ഞ വെളിച്ചം. അവൾ അവൻ്റെ മുഖത്തേക്ക് ശാന്തമായി നോക്കി. സ്നേഹത്തിൻ്റെ വാഹകൻ, കൃപയുടെയും സത്യത്തിൻ്റെയും അക്ഷരരൂപം. അവൻ്റെ മൃദുവായ ശ്വാസം, അവൻ്റെ ശാന്തമായ ഉറക്കം അവളെ അഗാധമായ സമാധാനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നയിച്ചു. ചിന്തയുടെ ആധിക്യത്താൽ തകർന്ന അവളുടെ ആത്മാവ് ഇപ്പോൾ പൂർണ്ണമായി ദിവ്യ പൈതലിൻ്റെ സാന്നിധ്യം മൂലം ശാന്തമാകുന്നു. അവളുടെ അസ്വസ്ഥമായ ആത്മാവിന് ഒരു സുഗന്ധം പരക്കുന്നു. ഭയമില്ല, കൊടുങ്കാറ്റില്ല, പരിചരണത്തിൻ്റെ ഭാരമില്ല. അവളുടെ മനസ്സ് നിത്യസമാധാനത്തിലും ആഹ്ലാദത്തിലും. അവളുടെ ആലോചനകൾ നങ്കൂരമിട്ടിരുന്നു. അവളുടെ കൈകൾ തഴിയിക്കൊണ്ടിരുന്നത് ദൈവത്തിൻ്റെ ശാശ്വത സമ്മാനത്തെ ആയിരുന്നു. പിതാവിൻ്റെ ഏകപുത്രൻ. മറിയ അറിഞ്ഞോ? അവളുടെ ഹൃദയത്തോട് ദൈവ പദ്ധതി ചേർന്നിരിക്കുകയായിരുന്നു. പുൽത്തൊട്ടി വിനയമാർന്നു, ശാന്തമായി. അവൾ തൻ്റെ മാനുഷിക സംശയങ്ങൾ ദൈവത്തിൻ്റെ മഹത്തായ ഹിതത്തിന് മുമ്പിൽ സമർപ്പിച്ചു. ഒരു നദി പോലെ സ്നേഹം ഒഴുകുവാൻ തുടങ്ങി. പുൽത്തൊട്ടിയുടെ ശാന്തതയിൽ ഒരു ശിശു സമൃദ്ധമായ വിശുദ്ധിയുടെ തിളക്കത്തോടെ ദൈവകൃപയുടെ നിറഞ്ഞ സന്മനസ്സുള്ള ഹൃദയങ്ങളിലേക്കും ആ ശാന്തത ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കർത്താവായ യേശു
സമാധാനത്തിൻ്റെ പ്രഭുവാണ്. നാം അവനെ അറിയുന്നിടത്തോളം നാം ഈ ലോകത്തിൽ അഗാധമായ ശാന്തതയുടെ, സൗമ്യതയുടെ, അഗാധമായ സൗരഭ്യത്തിൻ്റെ ഉറവിടമായി പരിണമിക്കും. ഈ ക്രിസ്മസ് കാലം സമാധാനത്തിൻ്റെ രാജാവിനെ ഹൃദയങ്ങളിൽ വഹിക്കാം. പ്രതിസന്ധികളുടെ മധ്യത്തിൽ അമ്മ ആ കുഞ്ഞിനെ മടിയിൽ ചേർത്ത് പിടിച്ചതുപോലെ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലാകുവോളും ഞാൻ ഈറ്റുനോവോടെ ഇരിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.